നമസ്തേ. പ്യാരെ ബച്ചോ, സബ് ദേഖേന? എല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം ടീച്ചർ തന്ന വർക്ക്ഷീറ്റുകൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? എന്താ ചെയ്ത് ടീച്ചറിന് അയച്ചതെന്നാണോ? എല്ലാവരും മിടുക്കരാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു പുതിയ പാഠം പഠിച്ചു തുടങ്ങാം. എന്താ, എല്ലാവരും റെഡിയാണോ? എന്നാ തുടങ്ങാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഇതിലുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമില്ല അല്ലേ? നമുക്കൊന്ന് പരിചയപ്പെടാം. അവനി, ലഹാര. ആദ്യത്തെ ആളേതാ? അവനി, ലഹാര. അടുത്ത ആളാരാ? സുമിത്, ആഞ്ചിൽ. എന്താ? സുമിത്, ആഞ്ചിൽ. അവനി, ലഹാര. ഇത് സുമിത്, ആഞ്ചിൽ. ഇനി ഈ ചിത്രം നോക്കൂ. ഇതാരാ? മനീഷ് നെർവാൾ. ആരാ? മനീഷ് നെർവാൾ. ഇവർ 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ കായിക താരങ്ങളാണ്. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ആരെയാണ്? അവനി ലഹാര അല്ലേ? ഈ അവനി ലഹാരയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എന്താണ്? ഏത് മത്സരത്തിലാണ് അവനി ലഹാരയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയത്? ഷൂട്ടിംഗ് മത്സരത്തിലാണ്. ഷൂട്ടിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അവനി ലഹാര. നമ്മൾ രണ്ടാമത് പരിചയപ്പെട്ടത് ആരെയാണ്? സുമിത് ആഞ്ചിൽ അല്ലേ? സുമിത് ആഞ്ചിൽ ജാവലിൻ ത്രോയിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്തയാളോ? മനീഷ് നെർവാൾ. മനീഷ് നെർവാളും അവനി ലഹാരയെ പോലെ ഷൂട്ടിംഗ് മത്സരത്തിൽ മെഡൽ നേടിയ കായിക താരമാണ്. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന മറ്റുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണോ? പരിചയമുണ്ടോ മോനെ? പരിചയമുണ്ടെന്നോ? ആരാ? ഗിന്നസ് ബക്രു അല്ലേ? നിങ്ങളെ പോലെ തോന്നുന്നുണ്ടെന്നോ? നിങ്ങളെ പോലെ ഉണ്ടല്ലേ? ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാരാണ്? എന്താ മോളെ? വൈക്കം വിജയലക്ഷ്മി അല്ലേ? വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? നല്ല ശ്രുതിമധുരമായി പാടാറുണ്ടല്ലേ? ആരെ വെച്ചോ, നാം ഇവിടെ എല്ലാം പരിചയപ്പെട്ടു അല്ലേ? ഇവരെല്ലാം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം കൈവരിച്ച വ്യക്തികളാണ് അല്ലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാരാലിമ്പിക്സ് മത്സരത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പാരാലിമ്പിക്സ്? ഒളിമ്പിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാവർക്കും വേണ്ടി നടത്തുന്ന കായിക മത്സരമാണ് ഒളിമ്പിക്സ് അല്ലേ? അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ്. അപ്പൊ മനസ്സിലായോ നിങ്ങളെ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പാഠം എന്താണ്? ദൗഡ് എന്താണ്? ദൗഡ് എന്ന് വെച്ചാല് ഓട്ടം എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് ടെക്സ്റ്റിൽ പേജ് നമ്പർ 46 എല്ലാവരും ഒന്ന് എടുത്തേ. എല്ലാവരും പാഠഭാഗം എടുത്തായിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ടീച്ചർ വായിക്കാം. കई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. എന്താണ്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒളിമ്പിക്സ് മത്സരം നടന്നു. അതിനോടനുബന്ധിച്ച് ഒരു ഓട്ട മത്സരം നടത്തുക. 100 मीटर की इस दौड़ में एक गजब की घटना हुई. അന്ന് നടത്തിയത് ഓട്ട മത്സരത്തിൽ 100 മീറ്ററിന്റെ ഓട്ട മത്സരമായിരുന്നു അവർ സംഘടിപ്പിച്ചത്. അതിൽ ഒരു വിചിത്രമായ സംഭവം നടക്കുക. ഗസബ് ക്യാ ഹേ? ഗസബ് വിചിത്രം. ഘടന ക്യാ ഹേ? സംഭവം. बोलो संभवम. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. 9 മത്സരാർത്ഥികൾ ആ കളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി നിന്നു. എന്തിനു വേണ്ടി? ഓടാനായി തയ്യാറായി നിന്നു. സഭി കോ കോയി ന കോയി ശാരീരിക് വികലാംഗതാ ഥി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓട്ട മത്സരമായിരുന്നു നടത്തിയത്. ആ ഓട്ട മത്സരത്തിൽ 9 പേരാണ് പങ്കെടുത്തത് അല്ലേ?
ഈ പങ്കെടുത്ത 9 പേർക്കും പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരുന്നു. സീഠി ബജി, വിസിൽ മുഴങ്ങി. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓടാനുള്ള വിസിലാണ് മുഴങ്ങിയത്. ബഹു തേസ് തോ നഹീം പർ ഉൻമേ ജീത്നെ കി ഹോട് സറൂർ തേസ് തി. അവർ പതുക്കെയാണ് ഓടിയത്. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അവർക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ്. എന്നാൽ പോലും അവർക്ക് അവരുടെ മനസ്സിൽ ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. എന്താണ്? അവർക്ക് അതിൽ വിജയിക്കണം എന്നുള്ള വാശിയോടെ അവർ ഓടിത്തുടങ്ങി. സഫി ജീത്നെ കി ഉത്സുകത കി സാത്ത് ആകെ ബഡെ. എന്താണ്? എല്ലാവരും വിജയിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അവരെന്ത് ചെയ്തു? ഉത്സാഹത്തോടെ മുമ്പോട്ട് പോയി. സഫി ഏക് ചോട്ടാ ലഡ്ക തോട്കർ ഖാക്കർ ലഡ് ഖടായ ഗിരാ ഓർ രോ പടാ. അപ്പോ അവരോടുന്നതിനിടയിൽ ഒരു കൊച്ചുകുട്ടി പരസ്പരം കൂട്ടിമുട്ടി തെന്നി വീണു. അപ്പോഴോ അവൻ കരയാനും തുടങ്ങി. ഉസ്കി ആവാസ് സുൻകർ ബാക്കി പ്രതിഭാഗി ദൗഡ്ന ഛോട് ദേഖ്നെ ലഗേ കി ക്യാ ഹുവാ. വീണ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൊണ്ടിരുന്ന മറ്റ് മത്സരാർത്ഥികളെല്ലാം ഓട്ടം നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കി. फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. പിന്നീട് ഓരോരുത്തരായി ആ കുട്ടിയെ സഹായിക്കുന്നതിനായി ആ കുട്ടിയുടെ അടുത്തെത്തി. സബ്കെ സബ് ലൗഡ് ആയി. എല്ലാവരും കുട്ടിയുടെ അടുത്തെത്തി. ഉസേ ദോബാര ഖടാ കിയ. അവനെ ബാക്കിയുള്ളവരെല്ലാരും ഓടിയെത്തി എണീപ്പിച്ചു നിർത്തി. ഉസ്കെ ആംസു പോച്ചെ ധൂൽ സാഫ് കി. അവനെന്താണ് ചെയ്തത്? അവനടുത്തെത്തിയിട്ട് അവന്റെ കണ്ണുനീർ തുടച്ചു. എന്നിട്ടോ അവന്റെ ശരീരത്തിലുള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. ലഡ്കെ കി ദശ ദേഖ് एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया. അവന്റെ ആ അവസ്ഥ കണ്ടിട്ട് അവിടെ നിന്ന ഒരു പെൺകുട്ടി എന്താണ് ചെയ്തേ? ഓടി വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നതിനായി ചേർത്ത് പിടിച്ചു. എന്നിട്ടോ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും നൽകി. നിങ്ങൾക്കും നിങ്ങളുടെ അമ്മ നിങ്ങൾ വീഴുമ്പോ എണീച്ചു വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറില്ലേ? എന്തിനാണ്? കരയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് കാണുമ്പോ, അത് കിട്ടുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തീരാറുണ്ടല്ലേ? എന്നിട്ട് കുട്ടി എന്തു പറഞ്ഞു? കരയണ്ട, എല്ലാം ശരിയാകും. അടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? അപ്പോ നമുക്ക് അടുത്ത പേജ് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. പേജ് നമ്പർ 47 എടുത്ത എല്ലാവരും ടീച്ചർ വായിക്കാം. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. പിന്നീട് എന്ത് സംഭവിച്ചു? അവരെല്ലാവരും, എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 9 പേരും ഒരുമിച്ച് കൈകോർത്ത് ഒരുമിച്ച് ഓടാൻ തുടങ്ങി. സബ് കെ സബ് അന്തിമ രേഖ തക് ഏക് സാത്ത് പഹൂഞ്ച് ഗയേ. എന്താണ്? 9 പേരും കൈകോർത്താണ് ഓടിയതല്ലേ? അവര് തുടക്കം മുതൽ ആ അവസാന പോയിന്റ് വരെ ഒരുമിച്ച് കൈകോർത്ത് ഓടാൻ തുടങ്ങി. ദർശക് മന്ത്രമുഖ് ഹോക്കർ ദേഖ്തേ രഹേ. കാഴ്ചക്കാർ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഈ സവാൽ കെ സാത്ത് कि सबके सब एक साथ बाजी जीत चुके हैं. അവരുടെ എല്ലാവരുടെ മനസ്സിലും ഒരു ചോദ്യം ഉണർന്നു. ഈ 9 പേരും ഒരുമിച്ച് കൈകോർത്ത് പോവുകയാണല്ലേ? എല്ലാവരും പോയിന്റിലെത്തുമ്പോ എങ്ങനെയാവും എത്തുക? ഒരുമിച്ചായിരിക്കും അല്ലേ? നമുക്കുണ്ടായ ആ ഒരു ആകാംക്ഷ നമ്മുടെ കാഴ്ചക്കാരിലും ഉണ്ടായി. ഇൻമേം से किसी एक को स्वर्ण पदक कैसे दिया जा सकता है? 9 പേരിൽ ആർക്കായിരിക്കും സ്വർണ്ണ മെഡൽ കിട്ടുക എന്നുള്ളതായിരുന്നു
ആരുടെ ആകാംക്ഷയായിരുന്നത്? കാഴ്ചക്കാർക്കല്ലേ? നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ആർക്കായിരിക്കും കിട്ടുക എന്നുള്ളത്? നിർണായകോം ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു അല്ലേ, ആർക്കാണ് സ്വർണ്ണ മെഡൽ കിട്ടുക എന്നുള്ളത്. അതിനെല്ലാം പരിഹാരമായി നമ്മുടെ ജഡ്ജസ് അല്ലേ, ഇതെല്ലാം കണ്ടുകൊണ്ട് വിധികർത്താക്കളായിരുന്ന ആ ജഡ്ജസ് എന്താണ് ചെയ്തത്? അതിൽ പങ്കെടുത്ത എല്ലാ പേർക്കും സ്വർണ്ണ മെഡൽ നൽകി. സബ്കെ സബ് ഏക് സാത്ത് വിജയി इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियां थमने का नाम नहीं ले रही थी. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അവരുടെ വിജയികളായി തീർന്നു അല്ലേ, അവർ 9 പേരും വിജയികളായി തീർന്നു. അവരുടെ എന്തിനുള്ള വിജയമാണ് അവർക്ക് സ്വർണ്ണ മെഡലായി നൽകിയത്? അവരുടെ കൂട്ടുകെട്ടിനാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനാണ് അല്ലേ, അവരുടെ ആ നല്ല മനസ്സിനാണ്. അവർക്ക് എന്തിൽ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ? അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരുടെ മനസ്സിനെ ഒത്തൊരുമയ്ക്കായിരുന്നു അവർ ആ ജഡ്ജസുകൾ എന്തായി നൽകിയത്? സ്വർണ്ണ മെഡലായി നൽകിയത്. ഇത് കണ്ട് അവിടെ കൂടിയ എല്ലാവർക്കും സന്തോഷമായി അല്ലേ. അവരുടെ കൂട്ടുകെട്ട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അവിടെ കൂടിയവർക്ക് മനസ്സിലാവുകയും അവർ അതിൽ കരഘോഷം മുഴക്കി, ഇരു കൈകളും അടിച്ച് കരഘോഷം മുഴക്കി. एक दौड़ ऐसी भी. कई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 9 प्रतिभागी शुरुआत की रेखा पर तैयार खड़े थे. उन सभी को कोई ना कोई शारीरिक विकलांगता थी. सीटी बजी, सभी दौड़ पड़े. बहुत तेज तो नहीं, पर उनमें जीतने की होड़ जरूर तेज थी. सीटी बजी, सभी दौड़ पड़े. बहुत तेज तो नहीं, पर उनमें जीतने की होड़ जरूर तेज थी. सभी जीतने की उत्सुकता के साथ आगे बढ़े. तभी एक छोटा लड़का ठोकर खाकर लटखड़ाया, गिरा और रो पड़ा. उसकी आवाज़ सुनकर बाकी प्रतिभागी दौड़ना छोड़ देखने लगे कि क्या हुआ. फिर एक एक करके वे सब उस बच्चे की मदद के लिए उसके पास आने लगे. सब के सब लौट आए. उसे दोबारा खड़ा किया. उसके आंसू पोंछे, धूल साफ की. लड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया, यह कहते हुए कि अब ठीक हो जाएगा. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. सबके सब अंतिम रेखा तक एक साथ पहुंच गए. दर्शक मंत्रमुग्ध होकर देखते रहे. इस सवाल के साथ कि सबके सब एक साथ बाजी जीत चुके हैं, इनमें से किसी एक को स्वर्ण पदक कैसे दिया जा सकता है. निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार
हल ढूंढ निकाला। सब के सब एक साथ विजयी इसलिए हुए कि उस दिन दोस्ती का अनोखा दृश्य देख दर्शकों की तालियां थमने का नाम नहीं ले रही थी। നമ്മൾ ഇന്ന് പഠിച്ച കുറച്ച് പ്രശസ്തരായ വ്യക്തികളും അവരുടെ മേഖലകളെയും കുറിച്ചുള്ള ഒരു വർക്ക്ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയതിന് ശേഷം ഓരോ വ്യക്തിയും ഏത് മേഖലയുമാണ് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് വരച്ച് യോജിപ്പിക്കണം. അടുത്ത വർക്ക്ഷീറ്റിൽ കുറച്ച് കളികളുടെ പേരുകളും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് ഉപകരണങ്ങളുടെ ചിത്രങ്ങളുമാണ് തന്നിരിക്കുന്നത്. അത് കളികളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരച്ച് രേഖപ്പെടുത്തി നിങ്ങളുടെ അധ്യാപകർക്ക് നൽകണം. മൂന്നാമത്തെ വർക്ക്ഷീറ്റ് ചോദ്യോത്തരങ്ങളാണ്. അത് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. 100 मीटर की दौड़ में कितने प्रतिभागी शामिल थे? 100 मीटर की दौड़ में कितने प्रतिभागी शामिल थे? 9, 10, 5. रोकर खाकर गिर पड़ा कौन? छोटा लड़का, छोटी लड़की, दर्शक. लड़के की दशा देखकर किसने उसे गले लगाया? दर्शक, बच्ची, लड़के. एक दौड़ ऐसी थी, इस लेख से क्या संदेश मिलता है? दोस्ती, नफरत, ഭിന്നത. പ്രിയ ബച്ചോ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പാഠഭാഗം രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി നല്ലതുപോലെ വായിക്കാനും ഒപ്പം തന്ന വർക്ക്ഷീറ്റുകൾ പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുതേ. ധന്യവാദം.